മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് രൂപീകൃതമായ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. ആത്മീയമായ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു വന്ന് നാടിൻ്റെ നന്മയ്ക്ക്, മനുഷ്യൻ്റെ നന്മയ്ക്ക് മതേതര സ്വഭാവമുള്ള ഒരു സമൂഹം നമുക്ക് വളർത്തിയെടുക്കണം. നമ്മൾ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി, ഒന്നായി, ഒരേ മനസ്സോടെ നാടിനു വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ ദൈവികത എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണ്, മനുഷ്യനോടുള്ള കരുതലാണ്, പരസ്പരമുള്ള വിശ്വാസമാണ് എന്നൊക്കെ തന്നെ മഹത്തായ ആശയങ്ങൾ ജനങ്ങൾക്ക് നൽകിയ തൻ്റെ കൃതികളിലൂടെയും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും ജനങ്ങളെ, മലയാളികളെ, ഇന്ത്യക്കാരെ, ലോകത്തെ കാണിച്ചു കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ തീർച്ചയായിട്ടും സംശുദ്ധമായി തന്നെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കണം എന്ന് ശിവഗിരി മഠാധിപതി പറയുകയാണ്. ശിവഗിരി മഠാധിപതി എന്ന് പറയുന്നതിന് പകരം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി എന്ന ഒരു പുതിയ പദപ്രയോഗമുണ്ട്. നാരായണീയ പ്രസ്ഥാനങ്ങൾ സംശുദ്ധമാകണം എന്നാണ് സ്വാമി സച്ചിദാനന്ദ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സംശുദ്ധമായ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന് പാത്രമാകേണ്ടതാണ്. അവർ കുറ്റാരോപിതരാകരുത്, അവർ പ്രതിസന്ധികൾ സൃഷ്ടിക്കരുത്, അവർ തെറ്റുകൾ ചെയ്യരുത്, അവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെയാണ് എന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് സ്വാമി സച്ചിദാനന്ദ. പല വിഷയങ്ങളിലും ഒരു തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് കേസുകൾ അതീവ ഖേദകരമാണ്. SNDP യോഗ നേതൃത്വം ശ്രദ്ധ പുലർത്തണം. പാടില്ലാത്തത് പലതും നടക്കുന്നതായി കാണുന്നു എന്ന കാര്യവും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കുന്നു. SNDP യൂണിയന്റെ കാര്യങ്ങളിൽ ശിവഗിരി മഠം ഇടപെടാറുമില്ല. എന്നാൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങൾക്ക് ഇത്രയ്ക്ക് വിഷമിച്ച കാലം മുമ്പുണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. വെള്ളാപ്പള്ളി നടേശനോട് വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ലെന്നും ശിവഗിരി മഠാധിപതി വ്യക്തമാക്കുന്നു. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്താൽ ഇത്രയേറെ വൈഷമ്യമുണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് വാസ്തവത്തിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കുന്നു. ആരോടും വ്യക്തിപരമായി വിരോധമില്ല, ഒരു പക്ഷവുമില്ല. പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ ആവശ്യമാണ്. SNDP യോഗത്തിൽ ജനങ്ങൾക്ക് വൈഷമ്യമുണ്ടാകുന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച VM സുധീരനെയും അദ്ദേഹം പിന്തുണച്ചു. സുധീരന്റെ ഇടപെടലിന് ഫലമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ സ്വാമി സച്ചിദാനന്ദ പങ്കുവെക്കുകയും ചെയ്തു. KK മഹേശന് എതിരായ വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ മഹേശന്റെ ഭാര്യ നേരത്തെ രംഗത്ത് വന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഒരു ഗതിക്ക് പരഗതിയില്ലാത്തവൻ പ്രയോഗത്തിൽ സഹതാപം എന്ന് മഹേശന്റെ ഭാര്യ ഉഷ വ്യക്തമാക്കിയിരുന്നു. എന്താണ് പറയുന്നത് എന്ന് ബോധമില്ല. വെള്ളാപ്പള്ളി വഴിയാധാരമാക്കിയ കുടുംബമാണ് തങ്ങളുടേത്. ഇപ്പോഴും വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തുന്നു. പുതിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യവും KK മഹേശന്റെ ഭാര്യ വ്യക്തമാക്കുന്നു. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ആ ഒരു അവസ്ഥ ഇന്ന് അതിദയനീയമാണ്, അല്ലെങ്കിൽ പരിതാപകരമാണ്. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ നേരിടുന്ന ആരോപണങ്ങൾ, കൊലപാതകം ഉൾപ്പെടെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ വലിയ തട്ടിപ്പുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ പരിഗണനയും ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ, സാമുദായിക പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ സംശുദ്ധമായിരിക്കണം, വഴികാട്ടികളായിരിക്കണം, മാതൃകാപരമായിരിക്കണം എന്ന ആ ഒരു തത്വം, പൊതുവായ തത്വം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പലരും പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധമായി, ജനവിരുദ്ധമായി, സാമുദായിക വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെയും ഒക്കെ തന്നെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്.